ഡൽഹിയിൽ വായു ഗുണനിലവാരം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗ്രാബ് 4 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സ്കൂളുകളിൽ 9ാം ക്ലാസ് വരെ ഹൈബ്രിഡ് രീതിയിലേക്ക് മാറാൻ ഉത്തരവിറങ്ങി. ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും നിരോധിച്ചു. ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും രൂക്ഷമായ വായു മലിനീകരണം നേരിടുന്ന ഒരു സമയമാണ് ഡൽഹി. ഇതിനു മുൻപും ഗ്രാബ് 4 നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം, എന്താണ് ഈ ഗ്രാബ് 4? ഇതിൽ വരുന്ന നിയന്ത്രണങ്ങൾ എന്ത്? ഡൽഹി നിവാസികൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അന്തരീക്ഷത്തിന്റെ അവസ്ഥ, ഇതൊക്കെ അല്ലേ അർജുൻ? മോത്തി, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വായു ഗുണനിലവാരം ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഉയർന്ന നിയന്ത്രണങ്ങളാണ് ഗ്രാബ് 4 കൊണ്ട് ഡൽഹി സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഗ്രേഡഡ് റാപ്പിഡ് ആക്ഷൻ പ്രോട്ടോകോൾ എന്നാണ് ഇതിനെ പറയാറുള്ളത്. അതിൻ്റെ 4ാമത്തെ സ്റ്റേജിലേക്ക് ഇപ്പോൾ ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കെട്ടിട അറ്റകുറ്റപ്പണികൾ, കെട്ടിടങ്ങൾ തകർക്കുന്നതുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ നിർത്തിവെക്കും. അതിനോടൊപ്പം തന്നെ ഡൽഹിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന ട്രക്കുകൾ പ്രധാനമായിട്ടും, അതുപോലെ BS4 ഡീസൽ എഞ്ചിനും BS4 എഞ്ചിന് താഴെയുള്ള വാഹനങ്ങൾക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. BS6 വാഹനങ്ങൾ മാത്രമാണ് ഓടാൻ അനുവദിക്കുക. ഡൽഹിക്കകത്തും അങ്ങനെ തന്നെയാണ്. നിയന്ത്രണങ്ങളില്ലാത്ത വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, CNG, അതുപോലെ BS6 എഞ്ചിന് മുകളിലുള്ള വാഹനങ്ങൾ തുടങ്ങിയിട്ടുള്ള നിസ്സാര വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രധാനമായിട്ടും അനുമതി നൽകുക. അതുപോലെ തന്നെ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും സ്കൂളുകളിലെല്ലാം തന്നെ ഹൈബ്രിഡ് മോഡലിലേക്ക് മാറാൻ ഇതിനോടകം തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ നടത്താം. പക്ഷേ അത് ഏത് രീതിയിൽ നടത്തണമെന്നുള്ള കാര്യം സ്കൂൾ അധികൃതർക്കാണ് തീരുമാനിക്കാനുള്ളത്. അതുപോലെ ബോർഡ് എക്സാം നടക്കാത്ത, അതായത് 10ാം ക്ലാസ് അല്ലാതെ +1നും ഈ സമാനമായിട്ടുള്ള ഹൈബ്രിഡ് മോഡലിലേക്ക് മാറാം എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഡൽഹി നഗരത്തിൽ പുക വീണ്ടും ഉയർന്നിരിക്കുന്നത് എന്ന്. ഒറ്റ ദിവസം കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ 500-നടുത്തേക്ക് വന്നത്. അതിനിപ്പോൾ പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഡിസംബർ പകുതിയായതോടെ മൂടൽമഞ്ഞ് ഭയങ്കര ശക്തമായിട്ട് ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഈ മൂടൽമഞ്ഞ് കൂടെ വന്നപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് സൂര്യപ്രകാശമൊന്നും കാര്യമായിട്ട് ഡൽഹി നിവാസികൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും അന്തരീക്ഷത്തിൽ പുക ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 500-നടുത്ത് ഇപ്പോഴും ഈ വായു ഗുണനിലവാര സൂചിക എത്തിരുന്നത്. വായു മലിനീകരണം അത്രത്തോളം രൂക്ഷമായി നിൽക്കുന്നത്. 38 ഈ പരിശോധനാ കേന്ദ്രങ്ങളാണ് ഡൽഹിയിലുള്ളത്. അതിൽ 25-ന് മുകളിലും 450-ന് മുകളിലാണ് ഈ വായു മലിനീകരണം നിലവിലുള്ളത്. ഒപ്പം ഈ 38 ഇടങ്ങളിലും 400-ന് മുകളിലാണെന്നുള്ള ഒരു രൂക്ഷമായിട്ടുള്ള അവസ്ഥയാണ്. ഒരുപക്ഷെ ഇന്ന് പ്രവൃത്തി ദിനമല്ല, അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരിയ വ്യത്യാസമൊക്കെ, കുറവൊക്കെ ഉണ്ടാകാമെന്നുള്ള വിലയിരുത്തലുണ്ട്. പക്ഷേ അപ്പോഴും ഇതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഡൽഹിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വീർപ്പുമുട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോടൊന്നും തന്നെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൂടിയാണ് നിലവിൽ സർക്കാർ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മാസ്ക് ഇടാതെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നേക്കാൾ അതിരൂക്ഷമായിട്ടുള്ള അവസ്ഥയാണ് ഡൽഹിയിൽ ഇപ്പോൾ ഉള്ളത്. കാരണം അത്രത്തോളം പുകയുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് ലോകത്തെ മറ്റ് പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ഈ ഓക്സിജൻ പാർലറുകളുടെ പ്രവർത്തനം വേണ്ടി വരുമോ ഡൽഹിയിൽ? ഓക്സിജൻ പാർലറുകൾ എന്നുള്ള ഒരു ആശയത്തിലേക്കൊന്നും തന്നെ ഡൽഹി ഇപ്പോൾ എത്തിയിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് ഈ കൃത്രിമ മഴയൊക്കെ പെയ്യിപ്പിച്ച് അതിലൂടെ ഈ മലിനീകരണത്തെ നേരിടാമെന്നുള്ള ഒരു ആശയമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ആ ആശയം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. കാൺപൂർ IIT-യോടാണ് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ 2 തവണ ഈ ക്ലൗഡ് സീഡിങ് നടത്തിയെങ്കിലും ഒരു തരത്തിലും കൃത്രിമ മഴ പെയ്യിക്കാൻ സർക്കാരിനെ കൊണ്ടായില്ല. അതൊക്കെ കൊണ്ട് തന്നെ വീണ്ടും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം ഈ മൂടൽമഞ്ഞ് ഇത്രയും ശക്തമായി ഇപ്പോൾ വീണ്ടും വന്നതോടുകൂടിയാണ് ഈ പുക അന്തരീക്ഷത്തിൽ തന്നെ ഇപ്പോൾ കിടക്കുന്നതും അത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളതും. ഇതൊക്കെ തന്നെ ഇനി വാഹന ഗതാഗതയും വിമാന ഗതാഗതങ്ങളെയും വളരെ മോശമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ചും രാവിലെ നേരങ്ങളിലും അതുപോലെ രാത്രികളിലുമൊക്കെ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതായിട്ടുള്ള വിമാനങ്ങളൊന്നും ഇനി കൃത്യമായിട്ടുള്ള സമയത്ത് പുറപ്പെടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ദൃശ്യപരിധി എത്രത്തോളം കുറവാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ ക്യാമറയിൽ എത്ര കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ രാവിലെ 10 മണിവരെയൊക്കെ വളരെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം, അതായത് സൂര്യനെ നമുക്ക് നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരു ഓറഞ്ച് വട്ടം ഇങ്ങനെ നമുക്ക് ആകാശത്തിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണ് സാധാരണ ഡൽഹി ഇപ്പോൾ ഉള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇന്നത്തെ
രീതി എങ്ങനെയാണ്? ഇന്നിപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരവസ്ഥ വന്നാൽ, അതായത് വാഹനങ്ങൾ പുറത്തിറങ്ങില്ല, കെട്ടിടങ്ങളൊന്നും അറ്റകുറ്റപ്പണികളില്ല, ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട അവസ്ഥ ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ വളരെ പ്രശ്നമായിട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക. അത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരെയും പൊതുവിൽ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ആളുകളോടൊന്നും തന്നെ മാസ്ക് ഇട്ട് പുറത്തിറങ്ങണമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ സാധാരണ നൽകാറുള്ളത്. പക്ഷേ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ പുറത്തിറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ അവസ്ഥയിൽ പറയാൻ സാധിക്കുക. ശരി.